മോഷണക്കേസിൽ ആളുമാറി യുവാവിന് പോലീസിന്റെ ക്രൂരമർദ്ദനമെന്ന പരാതി. മൂവാറ്റുപുഴ ജനമൈത്രി പോലീസിന്റെ മർദ്ദനത്തിൽ യുവാവിന്റെ നട്ടെല്ലിനും കഴുത്തിനും സാരമായ പരുക്കുണ്ട്. 24 വാർത്തയ്ക്ക് പിന്നാലെ മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് റൂറൽ എസ്പി റിപ്പോർട്ട് തേടി. ഈ മാസം 12-നാണ് സംഭവം. മൂവാറ്റുപുഴയിലെ പൂക്കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ബാറ്ററി മോഷ്ടിച്ച് വിറ്റു എന്നാരോപിച്ചാണ് മൂവാറ്റുപുഴ സ്വദേശിയായ അമൽ ആന്റണിയെ വീട്ടിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അന്നേ ദിവസം സ്വന്തം വീട്ടിലെ 10 വർഷം പഴക്കമുള്ള ബാറ്ററി അമൽ ആക്രിക്കടയിൽ വിറ്റിരുന്നു. മാതാവിൻ്റെയും ഭാര്യയുടെയും നാട്ടുകാരുടെയും മുന്നിൽ നിന്ന് മർദ്ദിച്ചാണ് 5-അംഗ സംഘം അമലിനെ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ആ കൊണ്ടു കൊടുത്ത സാധനം എവിടെ നിന്ന് മോഷ്ടിച്ചെന്ന് ചോദിച്ചുകൊണ്ട് മുറ്റത്ത് വെച്ചുകൊണ്ടും മാതാപിതാക്കൾ മുമ്പിൽ വെച്ചുകൊണ്ട് എന്നെ വളരെ ക്രൂരമായി മർദ്ദിക്കുകയും കഴുത്തി പിടിച്ച് ഞെരിക്കുകയും ഫ്രണ്ട് സീറ്റിലിരുന്ന് 3 പേരും കൂടി എൻ്റെ മുതുകിനിട്ടും കഴുത്തിൻ്റെ മുൻഭാഗത്തേക്കുമാണ് അതിക്രൂരമായി മർദ്ദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ സ്റ്റേഷനിൽ പരാതിക്കാർ നേരിട്ടെത്തിയതോടെ ആള് മാറിയെന്ന് പോലീസിന് മനസ്സിലായി. അമലിനെ വിട്ടയച്ചെങ്കിലും ശരീരമാസകലം വേദനയും ബുദ്ധിമുട്ടുമുണ്ടായി. വയറിംഗ് തൊഴിലാളിയായ അമലിന് ജോലിക്ക് പോകാനാകാതെ വന്നതോടെ ആശുപത്രിയിലെത്തി. മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ചികിത്സ തേടിയപ്പോഴാണ് നട്ടെല്ലിനും കഴുത്തിനും സാരമായി പരിക്കേറ്റു എന്നറിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. പോലീസ് മർദ്ദനം ചൂണ്ടിക്കാണിച്ച് റൂറൽ എസ്പി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായിരുന്നില്ല. ഇതിന് പിന്നാലെ 24 വാർത്ത നൽകിയതോടെയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ എറണാകുളം റൂറൽ എസ്പി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലാൽകൃഷ്ണൻ, 24, ഇടുക്കി.